ഒരു പാതിരാത്രിയിൽ ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങി വന്ന മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും. അവർക്ക് മുന്നിൽ വെറും 750 രൂപയ്ക്ക് സ്വന്തം അമ്മയും സ്വന്തം കുഞ്ഞിനെയും നോക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ തൊഴുതു പിടിച്ചു നിന്ന് അപേക്ഷിച്ചത് കേരളം കണ്ടതാണ്. ആ ചെറുപ്പക്കാരന്റെ പേര് യേതു. ഇന്നവന് ജോലിയില്ല. ഇന്നവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയില്ല. എന്തായാലും പട്ടിണിയായിരിക്കും. ഉറക്കമിളച്ച് 750 രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ മേയറും ഭർത്താവും അവനെ പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞു. എന്നിട്ടും പോരാതെ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ ബസ് ഡ്രൈവേഴ്സുമായി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വഴക്കുണ്ടാക്കിയ ചില പെണ്ണുങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് അവനെ പക്ക ഫ്രോഡാക്കി. കേസ് എവിടെയെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയില്ല. പക്ഷേ യേതുവിന്റെ കുടുംബം പട്ടിണിയിലാണ്. അവന്റെ മകന്റെ മുന്നിൽ ആ അച്ഛൻ പെണ്ണുങ്ങളെ അശ്ലീലം പറയുന്ന ഒരുത്തനായി. അവനെ ഉപേക്ഷിച്ചു പോയ ഭാര്യ അവനെ കളിയാക്കി. ആ ചെറുപ്പക്കാരന്റെയും അമ്മയുടെയും സങ്കടം മേയറെ പിന്തുടരും എന്ന് അന്നു പറഞ്ഞവർ ഒട്ടേറെ. ഇപ്പോൾ മറ്റൊരു നിരപരാധിയെ കൊല്ലാൻ കൊടുത്തു മേയർ പൂങ്കണ്ണീർ പൊഴിക്കുമ്പോൾ കാലം കണക്ക് ചോദിക്കുകയാണ്. ചന്ദ്രബാബു എന്ന മറ്റൊരു സാധുവിനെ ഓർമ്മയില്ലേ? മേയറുടെ വണ്ടി കടത്തിവിടാത്തതിന് മേയർ ജോലി തെറിപ്പിച്ച മറ്റൊരു സാധു. പക്ഷെ അദ്ദേഹം എങ്ങും തോറ്റുകൊടുത്തില്ല. മുൻപോട്ട് പോയി മറ്റൊരു ജോലി കണ്ടെത്തി. എങ്കിലും ആ മനസ്സും നീറിയതിന്റെ കൂലിയാണിത്. പക്ഷെ മേയർ മിടുക്കുകയാണ് കേട്ടോ. എല്ലാം മുന്നിൽ കണ്ട് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് മേയർ ഒന്ന് പൊട്ടിക്കരഞ്ഞു. ജോയിയുടെ വീട്ടിൽ ചെന്നിട്ട് ജോയിയുടെ അമ്മയുടെ കണ്ണീർ ഒപ്പാനെത്തി. എല്ലാം കൊള്ളാം. പക്ഷേ മേയർ ഇനിയെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യനെ പോലെ നിന്ന് ചെയ്യാമോ? കാരണം ചെറുപ്രായത്തിൽ മേയർ ആകാൻ പോകുന്ന ആ പെൺകുട്ടിയെ കണ്ട് ഞങ്ങളും അഭിമാനിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു. ഇനിയെങ്കിലും ഒരു നല്ല ഭരണാധികാരിയാകാൻ ശ്രമിക്കൂ. അഭ്യർത്ഥനയാണ്. അന്ത്യോപചാര പൂക്കൾക്ക് പകരം നഗരം വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളും തെർമോക്കോളും ഒക്കെ ആയിരുന്നു ജോയിയുടെ ശരീരമാകെ മൂടിയിരുന്നത്. ആ ശവക്കുഴിയിലേക്ക് ഓരോ പിടി പ്ലാസ്റ്റിക് ഇട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട് എന്നോർത്ത് നമുക്ക് തലകുനിക്കാം. മാലിന്യം വലിച്ചെറിയുന്ന ഓരോരുത്തർക്കും. ഗ്രാമത്തിലെ മലഞ്ചെരിവിറങ്ങി നഗരത്തിൽ തൊഴിലെടുക്കാൻ വന്ന ജോയിയെ കാത്തിരുന്നത് ഈ നഗരം ഒരുക്കിയ മാലിന്യത്തിന്റെ ചതിക്കുഴി. പെരിങ്കടവിള വടകരയിലെ മലഞ്ചെരുവിലെ ഷീറ്റിട്ട് ഒറ്റമുറി വീടാണ് ജോയിയുടേത്. അവിടെ നിന്ന് 4-5 ദിവസങ്ങൾക്ക് മുൻപ് അമ്മയോട് യാത്ര പറഞ്ഞ് ജോയി ഇറങ്ങുമ്പോൾ നഗരത്തിൽ നിന്നുള്ള ആ തൊഴിലിന് കുറച്ച് കൂടുതൽ കൂലി കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് 1500 രൂപയായിരുന്നു മാലിന്യം നിറഞ്ഞ തോട് വൃത്തിയാക്കുന്ന പണിക്ക് ജോയിക്ക് ഓഫർ ചെയ്തത്. കൂടുതൽ പണം കിട്ടുമെന്ന ഉപകരാറുകാരന്റെ വാക്കായിരുന്നു ജോയിയെ ആകർഷിച്ചത്. പക്ഷേ നഗരത്തിലെ ജനങ്ങൾ തീർത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയി ജീവൻ പൊലിഞ്ഞു ജോയിയുടെ. 2 നാൾ കഴിഞ്ഞ് മൃതദേഹം ലഭിക്കുമ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം അത്രയും ആ വയറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ആ മാലിന്യത്തിലേക്ക് അലിഞ്ഞു ചേരാനായിരുന്നു ജോയിയുടെ വിധി. നാട്ടിൽ എന്ത് പണിയും ചെയ്തിരുന്ന ജോയി പണിയില്ലാതാകുമ്പോൾ ആക്രി പിറക്കി വിറ്റാണ് അന്നന്നത്തെ വക കണ്ടെത്തിയിരുന്നത് എന്ന് കേൾക്കുമ്പോൾ ആർക്കും സഹിക്കാനാകുന്നില്ല. കാൽനട മാത്രം സാധ്യമായ മലഞ്ചെരുവിലെ വീട്ടിൽ അമ്മയ്ക്കൊപ്പമായിരുന്നു ജോയി താമസിച്ചിരുന്നത്. മകന് തൊഴിലില്ലാത്തപ്പോൾ വയോധികയായ അമ്മ തൊഴിലുറപ്പിന് പോകാറുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും രാത്രി അമ്മയ്ക്കുള്ള ഒരു പൊതി ഭക്ഷണവുമായാണ് ജോയി തിരിച്ചെത്തിയിരുന്നത്. ഒരു തവണ പോലും നേരിൽ കണ്ട പരിചയമില്ലെങ്കിലും ജോയിയുടെ അന്ത്യയാത്രയ്ക്ക് കൂട്ട് ഒരേ തൊഴിൽ ചെയ്യുന്ന മറ്റു 2 പേരായിരുന്നു. ആ മേഴഞ്ചാൻ തൊട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ കണ്ടെത്തിയത് നഗരസഭയുടെ ദിവസക്കൂലി തൊഴിലാളികളായ മനോജും രാജീവുമാണ്. മാരായമുട്ടത്തെ വീട്ടിലെത്തിച്ച് സംസ്കരിക്കുന്നതുവരെ ഇവർ ഒപ്പമുണ്ടായിരുന്നു. മഴയത്ത് ഓടകളിലെ തടസ്സം നീക്കാനാണ് രാവിലെ നഗരസഭയുടെ ദിവസവേതന ശുചീകരണ തൊഴിലാളികളായ മനോജും രാജീവും ജോലിക്കിറങ്ങിയത്. ആ മേഴഞ്ചാൻ തോടിന്റെ തകരപ്പറമ്പിന് സമീപത്തെ ഇരുമ്പ് പാലം രംഗത്ത് അസ്വാഭാവികമായ ഒന്ന് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. കുന്നുകൂടി കിടന്ന മാലിന്യത്തിനിടയിൽ തുണിമൂടിയ നിലയിൽ വലിപ്പവും നീളവും കൂടിയ ഒരു മാലിന്യക്കെട്ട്. ജോയിയെ കാണാതായ സാഹചര്യത്തിൽ അത്തരം മാലിന്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. 2 പേരും കമ്പ് ഉപയോഗിച്ച് സമീപത്തെ മാലിന്യം നീക്കി. അവിടെ നിന്നാണ് ജോയിയുടെ ശരീരം കിട്ടുന്നത്. ആമയിഴഞ്ചാൻ തോടിലെ അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു റെയിൽവേ. ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ മാലിന്യം നിക്ഷേപിക്കുന്നില്ലെന്നും റെയിൽവേ പരിസരത്ത് തോട്ടിലേക്ക് മാലിന്യം തള്ളാതിരിക്കാൻ ഫെൻസ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും അധികൃതർ വെളിപ്പെടുത്തി. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവൃത്തിക്കിടെ തൊഴിലാളി മരിച്ച സംഭവത്തിൽ റെയിൽവേയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ തിരുവനന്തപുരം മേയറും ഇടതുപക്ഷവും ശ്രമിക്കുന്നതിനിടെയാണ് വസ്തുതകൾ വ്യക്തമാക്കി റെയിൽവേ രംഗത്ത് വന്നിരിക്കുന്നത്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കണം. കനാലിന് ഇരുവശവും ഫെൻസിംഗ് വേണം. CCTV ക്യാമറകൾ സ്ഥാപിക്കണം. ഖരമാലിന്യം ശേഖരിക്കാൻ നഗരത്തിൽ കേന്ദ്രം വേണമെന്നും റെയിൽവേ അടിവരയിടുന്നു. റെയിൽവേ സ്റ്റേഷന് പരിസരത്തെ ടണലിലേക്ക് മാലിന്യം കയറാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും റെയിൽവേ വ്യക്തമാക്കി. അതേസമയം വേണ്ട സജ്ജീകരണങ്ങളില്ലാതെ ശുചീകരണ തൊഴിലാളിയെ മാലിന്യം നീക്കം ചെയ്യാൻ വിട്ട അധികൃതർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കണമെന്ന വാദവും ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.